ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. നിങ്ങൾ ഈ കക്കുറൊട്ടി കഴിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ഇതിന് കക്കുറൊട്ടി എന്ന് തന്നെയാണോ പറയാമെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞങ്ങളവിടെ കക്കുറൊട്ടി എന്നാട്ടോ പറയുന്നത്. കുഞ്ഞിപ്പത്തിരി, ആണപ്പത്തിരി, അങ്ങനെ പല പേരും ഇതിനുണ്ട് എന്നറിയാം. പക്ഷെ ഞങ്ങളവിടെ കക്കുറൊട്ടി എന്നാട്ടോ പറയുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാനും വളരെ ടേസ്റ്റാണ്. എൻ്റെ ഫേവറേറ്റ്സിൽ പെട്ട ഒന്നാണിത്. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ആദ്യം കക്കുറൊട്ടിയുടെ മാവ് റെഡിയാക്കണം കേട്ടോ. ഞാനിവിടെ എടുക്കുന്നത് നമ്മളെ കണ്ണൂരൊക്കെ ഉണ്ടാക്കുന്ന പത്തില്, ഒറോട്ടി അതിൻ്റെയൊക്കെ പൊടിയാണ് എടുക്കുന്നത്. അത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പച്ചരി കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാനത് മാവ് ഉണ്ടാക്കുന്നത്. നോർമലി പത്തിരിപ്പൊടിയിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ. തിളച്ച വെള്ളത്തിൽ പൊടിയിട്ടിട്ട് കുഴച്ചിട്ട് എനിക്ക് അതിനോട് താല്പര്യമില്ല കേട്ടോ. എനിക്ക് അത് കുറച്ച് ഹാർഡായിട്ടാണ് തോന്നല്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ഒറോട്ടി പൊടിയിൽ പച്ചരി ചേർത്ത് അരച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ആദ്യം തന്നെ മാവിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് സോക്ക് ചെയ്ത് വെച്ച 3 ടേബിൾ സ്പൂൺ പച്ചരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി, 1 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടി. നല്ലോണം അരച്ചെടുക്കണം. ഇങ്ങനെ അരച്ചെടുത്തത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് അതിലോട്ട് ഞാൻ 2 കപ്പ് അരിപ്പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. അരിപ്പൊടി ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം കൈമിൽ കുറച്ച് ബോൾസ് ആക്കി എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കണേ. ഞാൻ എല്ലാ മാവും കൂടി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം. ഇപ്പൊ ഇഡലി ചെമ്പിൽ ഞാനിത് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് ടൈമേ വേണ്ടു ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് ചിക്കൻ കറിയിലാണ് കേട്ടോ ചെയ്യുന്നത്. ബീഫ് കറി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ കറിയും അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇതിനേക്കാളും ബെറ്റർ ബീഫ് കറിയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ. കറി സാധാ പോലെ ഞാൻ ചിക്കൻ കറി ആക്കി എടുക്കുകയാണ് ചെയ്തത്. കുറച്ച് മുളക് പൊടി കുറച്ചിട്ടുണ്ടായിരുന്നു, മല്ലിപ്പൊടി ആട്ടോ കുറച്ചധികം ഇട്ടിട്ടുണ്ടായത്. കറിയുടെ റെസിപ്പി വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്തോട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കറിവേപ്പിലിട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച കറി ഉണ്ടല്ലോ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കറി ഒന്ന് തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അരപ്പും കൂടി ചേർക്കാനുണ്ട്. ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് തേങ്ങയും 2 കഷ്ണം ഉള്ളിയും കുറച്ച് പെരിഞ്ജീരകം ഇട്ടിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ട് കറിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ അരപ്പ് ചേർക്കുമ്പോഴാണ് കേട്ടോ കറി ഒന്നുകൂടെ ടേസ്റ്റ് ആയിട്ട് വരുന്നത്. ഈ സമയത്ത് ഉപ്പ് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കസൂരി മേത്തി ലീവ്സും അതിലേക്കൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ കറിയും റെഡിയായി. ഇനി ഇതിലോട്ട് നേരത്തെ ആവിയിൽ വേവിച്ച നമ്മളെ പത്തിലുണ്ടല്ലോ, കുഞ്ഞിപ്പത്തില് കക്കറോട്ടി, അപ്പൊ അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. കാരണം ഇതൊരു കറി ഗ്രേവി കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയല്ല വേണ്ടത്. ഈ ഒറോട്ടി ഉണ്ടല്ലോ കറിയിൽ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കറി ഒന്ന് തിക്കായിട്ട് വരണം. നല്ലോണം ആ വെള്ളം ഒന്ന് വെറ്റി നല്ല കുറുകി വരണം കേട്ടോ. അതൊന്ന് കുറുകി വരുന്നത് വരെ നമ്മൾ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് കുറച്ച് ടൈം, ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അത് ഒന്ന് കുറുകി വരും കേട്ടോ. ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ചൂടോടെ ആകുമ്പം ടേസ്റ്റ് അല്പം കൂടും. തണുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചായയൊക്കെ കൂടെ ഈവനിങ് സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ചില വീടുകളിൽ നോമ്പ് സമയത്തൊക്കെ മെയിനായിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഇത്. പിന്നെ പാർട്ടികളിലും ചില ഫംഗ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി സൈഡ് ഡിഷായിട്ട് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ